പുതിയ മുഖ്യമന്ത്രി ക്ലിഫ് ഹൗസിലേക്ക് താമസം മാറുകയാണ്. പക്ഷേ പ്രതിപക്ഷം വലിയൊരു പണി അവിടെ ബാക്കി വെച്ചിട്ടാണ് പോയിട്ടുള്ളത്. അതെ, മന്ത്രിയെ സ്വീകരിക്കാൻ വെയിറ്റ് ചെയ്യുന്നത് വലിയൊരു പടയാണ്. മരപ്പട്ടികൾ. മുൻ മുഖ്യമന്ത്രി പിണറായി വിജയനെ 10 കൊല്ലം സമാധാനമായി ഉറങ്ങാൻ സമ്മതിക്കാത്ത അതേ മരപ്പട്ടികൾ പുതിയ മുഖ്യമന്ത്രി വി.ഡി. സതീശനെയും കാത്തിരിക്കുന്നു. ഇതെന്തായി ക്ലിഫ് ഹൗസിൽ മാത്രം ഇത്ര ശല്യം? കേരളത്തിന്റെ മുഖ്യമന്ത്രിയുടെ ഔദ്യോഗിക വസതിയായ ക്ലിഫ് ഹൗസ് ഒരു ഹെറിറ്റേജ് ബിൽഡിംഗ് ആണ്. കാലപ്പഴക്കം കൊണ്ട് മേൽക്കൂരയിലെ ഓടുകൾക്കിടയിൽ മരപ്പട്ടികൾ കൂടുകൂട്ടിയിരിക്കുകയാണ്. രാത്രിയായാൽ സീലിംഗിന് മുകളിലൂടെയുള്ള ഇവരുടെ റാലി കാരണം ഉറക്കം കിട്ടാത്ത അവസ്ഥയാണെന്നാണ് റിപ്പോർട്ടുകൾ. പണ്ട് കുടിക്കാനുള്ള വെള്ളം പോലും തുറന്നുവെക്കാൻ പറ്റാത്ത അത്രയും ശല്യമുണ്ടെന്ന് പിണറായി വിജയൻ നിയമസഭയിൽ പറഞ്ഞത് നമ്മൾ കേട്ടതാണ്. പ്രശ്നം മരപ്പട്ടികളിൽ തീരുന്നില്ല. മിക്ക മന്ത്രിമന്ദിരങ്ങളിലും കനത്ത മഴ പെയ്താൽ ചോർച്ചയാണ്. കാവേരി പോലുള്ള 1-2 മന്ദിരങ്ങൾ ഒഴികെ ബാക്കിയെല്ലാം പഴക്കം ചെന്നവയാണ്. അറ്റകുറ്റപ്പണികൾക്ക് അനുമതി കിട്ടിയാലും ഖജനാവിൽ പണമില്ലാത്തതും ആഡംബരം എന്ന ആരോപണം പേടിച്ചും പലരും പണിക്ക് നിൽക്കാറില്ല. വി.ഡി. സതീശൻ തന്നെ തന്റെ വീട് മൂടി പിടിപ്പിക്കേണ്ടെന്ന് കർശന നിർദ്ദേശം നൽകിക്കഴിഞ്ഞു. ഇനി പുതിയ സർക്കാർ ഇതെങ്ങനെ അതിജീവിക്കും? മരപ്പട്ടികളെ ഓടിക്കാൻ ലക്ഷങ്ങൾ ചിലവാക്കി സീലിംഗ് മാറ്റണം. ചെയ്തില്ലെങ്കിൽ രാത്രി ഉറക്കവും കാണില്ല. മരപ്പട്ടികൾക്ക് പുറമെ വരാനിരിക്കുന്ന മഴക്കാലത്തെ ചോർച്ച കൂടി താങ്ങാൻ പാവം മന്ത്രിമാർക്ക് പവർ കിട്ടട്ടെ. ക്ലിഫ് ഹൗസിലെ ഈ മരപ്പട്ടി ഭരണത്തെക്കുറിച്ച് നിങ്ങൾക്കെന്ത് തോന്നുന്നു? ഇതിന് വല്ല പരിഹാരവുമുണ്ടോ? നിങ്ങളുടെ ഐഡിയകൾ താഴെ കമന്റ് ചെയ്യൂ.